ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ നോമ്പ് തുറക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം ഇതായിരുന്നു കേട്ടോ. ഇത് ഞാൻ പൊറാട്ട വെച്ചിട്ടാട്ടോ റെഡിയാക്കി എടുത്തത്. ഇതിന് പൊറാട്ട സാൻഡ്വിച്ച് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ, പേരിങ്ങൾ എന്ത് വേണം കേട്ടോ. പക്ഷേ ഇതിൽ ടേസ്റ്റ് അടിപൊളിയാട്ടോ, അതിനൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് തന്നെ കേട്ടോ ഇത്. വീട്ടിൽ ഫ്രോസൺ പൊറാട്ട ഉണ്ടെങ്കിൽ അല്ല വീട്ടിൽ പൊറാട്ട ഉണ്ടാക്കിയെടുത്താലും മതി, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളിയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് നല്ല പോലെ ഒരു ബ്രൗൺ കളറായി വന്നാൽ അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇന്ന് ലൈറ്റിന് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ, അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വഴറ്റി എടുത്തിട്ടുണ്ടോ. ഉള്ളി നല്ല പോലെ എന്താ പറയുക വയന്ന് വരണം കേട്ടോ. ഈ കടിക്കുന്നവരും അങ്ങനെ വേണ്ട, ബാക്കിയെല്ലാം അങ്ങനെ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ കുറച്ച് ക്യാരറ്റ്, കാബേജ്, നിങ്ങളെ കൈമിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കൈമിലുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കിൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇല്ലേ, ഈ ഗ്രീൻ പീസ്, സ്വീറ്റ് കോൺ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല, കൈമലുള്ള വെജിറ്റബിൾസ് ആട്ടോ ഇട്ടത്. അത് നല്ല പോലെ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ, വല്ലാണ്ടായി വെന്ത് ഉടഞ്ഞ് പോവരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് വേണ്ടത് വെജിറ്റബിൾസ് നല്ല പോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പൊടികളായിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണിൽ എരിവിന് ആവശ്യത്തിന് 2 ടീസ്പൂൺ കറക്റ്റ് എരിവായിരിക്കും കേട്ടോ. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. അത്രയും മതിയാകൂട്ടെ. ഈ എരിവ് കറക്റ്റ് ചെയ്യണം കേട്ടോ, കൂടുതലും അല്ല എന്നാൽ കുറവുമല്ല, അങ്ങനെയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. ഈ ഇടയ്ക്ക് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ, അത് മിസ്സായതാണ്. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂണായിട്ട് വലിയ സ്പൂണാണ് ഞാൻ എടുത്തത്. അതും കൂടി ഇട്ട് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. മൈദപ്പൊടിൻ്റെ പച്ച ചുവയില്ലേ അത് തീരെ ഉണ്ടാവരുത്, അങ്ങനെ ആകുമ്പോൾ നമ്മളെ സ്നാക്സിൻ്റെ മൊത്തം ടേസ്റ്റേ പോയി പോകും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് പച്ചമണക്ക മാറ്റിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതേ ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊഴിക്കുമ്പോൾ ഇതൊന്ന് തിക്കായി വരും കേട്ടോ. നമ്മൾ മൈദ ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായി വരും. എന്നിട്ട് ഇതാ പിന്നെ ഇതിലേക്ക് ഞാൻ വേണ്ടത് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 200 ഒരു ചെറിയ ബ്രസ്റ്റ് പീസിൽ ചിക്കൻ്റെ അതാണ് കേട്ടോ. അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എടുത്തത് ക്രഷ് ചെയ്തെടുത്തിട്ടില്ല, ചെറിയ രീതിയിൽ കട്ട് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ ഉണ്ട്, കൈമേൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒറിഗാനോ ഇല്ലെങ്കിലും ടേസ്റ്റൊക്കെ നല്ല പോലെ തന്നെ ഉണ്ടാകും. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്നാക്സില്ല നമുക്ക് മസാല ഉണ്ടെങ്കിൽ നമ്മൾ തലേന്നത്തെ മസാല ബാക്കിയുണ്ടെങ്കിൽ വീട്ടിൽ പൊറാട്ട ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ രീതിക്കുള്ള സ്നാക്സ് തന്നെ കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ, ഒന്ന് കഴിച്ചാൽ തന്നെ മതി, നമ്മളെ വയറ് നല്ല പോലെ ഫില്ലാവും കേട്ടോ. ഈ സമയത്ത് നിങ്ങളടുത്ത് ചീസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫില്ലിങ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയം അങ്ങനെയാണെങ്കിൽ അപ്പം വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് ഫ്രോസൺ പൊറാട്ട കേട്ടോ ഞാനിപ്പോൾ എടുത്തത്. ഫ്രോസനേക്കാൾ ഒന്നും കൂടി നല്ലത് നമ്മൾ വീട്ടിൽ കുഴച്ച് പരത്തി എടുക്കുന്നില്ലേ ഫ്രഷ് ആയിട്ട്, അതാണ് കേട്ടോ നല്ലത്. ഇതാകുമ്പോൾ ഫ്രോസൺ ആകുമ്പോൾ ഒട്ടിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും. നമ്മൾ വീട്ടിൽ റെഡിയാക്കുന്ന പൊറാട്ടയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടി കിട്ടും കേട്ടോ. ഇതാകുമ്പോൾ കുറച്ച് പാടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പാടുപെട്ടിട്ടാണെങ്കിൽ നമ്മളിത് ഒട്ടിച്ചെടുക്കും കേട്ടോ. ഒരു സൈഡിൽ ഞാൻ ഇങ്ങനെ മസാല വെച്ച് കൊടുക്കും. ഇപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ മൊസറല്ല ചീസോ അല്ലെങ്കിൽ സ്ലൈഡ് ചീസോ അതിൻ്റെ നടുവിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു പൊറോട്ട 2ആയിട്ട് കട്ട് ചെയ്തിട്ട് വീണ്ടും
ഫോൾഡ് ചെയ്ത് വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഈ സമയത്ത് ഫ്രോസൺ എല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് ഒട്ടി കിട്ടും കേട്ടോ. അത് അപ്പം ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാം കൂടി ചെയ്തെടുത്ത് ഞാനിപ്പോൾ ഒരു 8 കേട്ടോ റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ഇങ്ങനെ ഇതായി വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും നല്ല പോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എണ്ണ കിടക്കുന്നുള്ള പേടിയാ വേണ്ട. ഇത് അധികം ഓയിലുള്ള സ്നാക്സേ എല്ലാം നമ്മൾ ഈ ഫില്ലിങ് റെഡിയാക്കിയാണ് എടുത്തത്. കുറച്ച് ബട്ടറാണ്. പിന്നെ ഫ്രൈ ചെയ്യാൻ ഒരു 2 ടേബിൾ സ്പൂൺ, ചെറിയ സ്പൂണില്ലേ അത്രയും മതിയാകും. അധികം ഓയിൽ ഇതിൽ യൂസ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഇത് ഹെൽത്തി വേ തന്നെയാണ്. ഹെൽത്തി വേ എന്ന് ഞാൻ പറയുന്നില്ല, എന്ന് വെച്ചാൽ ഇത് മൈദയല്ലേ ഈ പൊറാട്ട വരുന്നത്. അപ്പം ഹെൽത്തി എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, എന്നാലും ഓയിൽ കുറച്ച് കുറവാണ്. എന്നിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇതേപോലെ ഒന്ന് എന്താ പറയുക പൊറോട്ട സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള പൊറോട്ട സാൻഡ്വിച്ച് എന്നോ എന്ത് പേരിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. നല്ല ടേസ്റ്റാണ്. പേരില്ലെങ്കിൽ ആൾ അടിപൊളിയാട്ടോ. ടേസ്റ്റ് സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കുക ഇഫ്താറിനേക്ക്. ഓക്കെ.